അധോലോക രാജാവ്, വീരമംഗലം കതിരവൻ, തൂത ബിഗ് ബി, എഴുവന്തല വീരസേനാധിപതി. ഉത്സവ കേരളത്തിൽ ആനക്കേമന്മാർക്ക് മാത്രമല്ല, ഇങ്ങ് ഇണക്കാളകൾക്കുമുണ്ട് ആരാധകരേറെ. ആനകൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ഏക്കം നൽകുന്ന നാട്ടിൽ ഇപ്പോൾ തലവലിപ്പമുള്ള ഇണക്കാളകൾക്കുള്ള ഏക്കത്തുകയും ലക്ഷങ്ങൾ മറികടന്നു. ഏറ്റവും കൂടുതൽ കാളവേലകൾ നടക്കുന്ന വള്ളുവനാട്ടിലാണ് ഇണക്കാളകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ വർദ്ധിക്കുന്നത്. ഈ സീസണിൽ 30 അടി ഉയരത്തിലുള്ള കാളവരെയാണ് ഉത്സവത്തിനെത്തിക്കാൻ ഒരുങ്ങുന്നത്. കാളവേല കമ്മിറ്റികളുടെ വേലകളിലാണ് ഇണക്കാളകൾക്ക് വേണ്ടി 1 ലക്ഷത്തിലധികം രൂപ ഏക്കത്തുകകൾ നൽകി കാളകളെ ഉത്സവത്തിനെത്തിക്കുന്നത്. 28 അടി ഉയരമുള്ള ഇണക്കാളയ്ക്ക് 80,000 രൂപയാണ് ഒരു ദിവസത്തെ വാടകയെങ്കിലും ആവശ്യക്കാർ കൂടുമ്പോൾ അത് 1 ലക്ഷം മറികടക്കാറുണ്ടെന്ന് ഉടമകൾ പറയുന്നു. കാളകളുടെ ഉയരം, കണ്ണിന്റെ ഭംഗി, ചെവിയുടെ ആകൃതി, നാക്ക്, മൂക്ക്, വർണ്ണ നിറങ്ങളിലുള്ള ലൈറ്റുകൾ എന്നിവ നോക്കി അതിൽ ഏറ്റവും മികവുറ്റതിനെയാണ് കമ്മിറ്റികൾ പൂരത്തിന് കാഴ്ചവെക്കുക. ആനക്കേമന്മാരായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും തൃക്കടവൂർ ശിവരാജുവും പാമ്പാടി രാജനും വേണ്ടി കമ്മിറ്റികൾ ലക്ഷങ്ങൾ ഏക്കം വിളിക്കുമ്പോൾ ഇങ്ങ് വള്ളുവനാടൻ കാളവേലകളിൽ കണയം അധോലോക രാജാവും വീരമംഗലം കതിരവനും തൂത ബിഗ് ബിയുമെല്ലാം ഇണക്കാളകളിലെ താരങ്ങളാണ്. ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ കാളവേല, കോങ്ങാട് കുന്നപ്പുള്ളിക്കാവ് വേല, ഓങ്ങല്ലൂർ കടമ്പറമ്പത്ത് കാവുപൂരം, കണയം കാളവേല, തൃപ്പുറ്റപ്പൂരം, മുളയങ്കാവ് കാളവേല, കൈലിയാട് കാളവേല തുടങ്ങിയ ഉത്സവങ്ങളിൽ 100-ലധികം കാളകളെയാണ് ഉത്സവത്തിനെത്തിക്കുക. പാലക്കാട് ജില്ലയിൽ മാത്രം 350 ജോഡി കാളകളെയാണ് ഇത്തവണ ഉത്സവത്തിനായി ഒരുക്കിയിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി, വീരമംഗലം, മുളയൻകാവ്, കണയം, മുണ്ടക്കോട്ടുകുറിശി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിലവിൽ കാളകളെ നിർമ്മിക്കുന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് ഒരു കാള നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ചിലവ് എന്നും 15 അടി മുതലുള്ള കാളകൾക്ക് 10 ജോലിക്കാരെയെങ്കിലും ഉത്സവ പറമ്പുകളിൽ നിയന്ത്രിക്കാൻ ആവശ്യമാണെന്നും ഓൾ കേരള കാള വർക്കർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കണയം ദാസൻ പറഞ്ഞു. ആദ്യകാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, മുളയങ്കാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊൻപിലായ കൈലിയാട്, മുണ്ടക്കോട്ടുകുറിശി, കണയം എന്നീ പല പല പ്രദേശങ്ങളിൽ ഈ കെട്ടുകാളകളെ നിർമ്മിക്കുന്ന ആളുകളായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, വീരമംഗലത്തുൾപ്പെടെ. ഇന്നതിൻ്റെ ആധുനിക രീതിയിൽ പല പല ആധുനിക സാങ്കേതിക പ്രവൃത്തിയിൽ ഇന്ന് പുതിയ തലമുറകളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ജനങ്ങൾക്ക് ആകർഷകമായ രീതിയിൽ അതിൻ്റെ കണ്ണിൻ്റെ പ്രവർത്തനങ്ങൾ, കാത്, ചെവി, നാവ്, മൂക്ക്, പല പല രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നടത്തി വരുന്നുണ്ട്. അത് പല പല ക്ഷേത്രങ്ങളിലും ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. ഇന്ന് ആദ്യകാലങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, ഇന്ന് ആനകളെ പറ്റി നമുക്കറിയാം, കാളകളെ പറ്റി നമുക്കറിയാം. ഈ ആനകളുടെ എണ്ണങ്ങൾ ഇന്ന് ഈ കേരളത്തിൽ കുറവായത് വന്നതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ ആകർഷിച്ചു വരുന്നത് ഇന്ന് കെട്ടുകാളകളെയാണ്. ഈ കെട്ടുകാളകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് എത്രയും വേഗം കാളകളെ തയ്യാറാക്കി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് സംഘടനയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ കൂടുതലായി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഇതിനൊക്കെ വലിയ ഭീമമായ ചെലവുകൾ വരുന്നുണ്ട്. അതൊന്നും ഈ കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ കൊണ്ടുപോകുന്ന കമ്മിറ്റികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് ഇന്ന് ഇതിൻ്റെ പ്രവർത്തിക്കുന്ന കാളകളുമായി പ്രവർത്തിക്കുന്ന നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയേറെ ത്യാഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ്. ബുധനും വ്യാഴവും വെള്ളിയും നടക്കുന്ന വേങ്ങര, പുത്തനാൽക്കൽ, കണയം കാളവേലകളിൽ ലക്ഷങ്ങൾ ഏക്കം നൽകി കമ്മിറ്റിക്കാർ എത്തിക്കുന്ന കാളകളുടെ പ്രത്യേകതകളാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ, മരണത്തിൽ നിന്നൊഴിവ് കർത്തനാമഖില ശക്തനിൻ തിരുക്കരത്തിലുണ്ടനിശൻ. പരദേവനഹോ നമുക്ക്